23-ാം തീയതി വോട്ടെണ്ണി അതിന്റെ ആദ്യ മണിക്കൂറിൽ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള കുതിപ്പാണ് എം സ്വരാജിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്ന് പറയാനാവണം നമുക്ക്. ആദ്യത്തെ മണിക്കൂറിൽ 3000 കടന്നു. വണ്ടർഫുൾ. 3771 വോട്ടുകൾക്ക് ഇൻ മലയാളം. നിലമ്പൂരിലെ കെട്ടിട സമുച്ചയങ്ങൾക്ക് മുകളിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു പൂർണ്ണമായ പ്രതിമ, ഒരു പൂർണ്ണമായ ചിത്രം. 23-ന് നമുക്ക് പാട്ട് മാത്രമല്ല, നമുക്ക് ഡാൻസും വേണ്ടേ? അത് ഉറപ്പുവരുത്താൻ ഇനി മണിക്കൂറുകളാണ് ബാക്കി. നിലമ്പൂരിലെ ജനങ്ങൾ, നിലമ്പൂരിലെ വോട്ടർമാർ, അവരാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെയും അതോടൊപ്പം പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 3-ാം ഊഴം നൽകുന്നതിന്റെയും പ്രഖ്യാപനം ചരിത്രത്തിൽ നടത്താൻ വേണ്ടി പോകുന്നത്. സെമി ഫൈനൽ ജയിച്ചാലേ നമുക്ക് ഫൈനൽ ജയിക്കാൻ പറ്റുള്ളൂ. യാതൊരു സംശയവും വേണ്ട. എഴുതി വെച്ചോളി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതികരിച്ച് ഞാൻ പറയുന്നു, നിലമ്പൂരിൽ വമ്പൻ ഭൂരിപക്ഷത്തിന് കുട്ടി, നമ്മുടെ സ്വന്തം കുഞ്ചാപ്പ ചിരിക്കുന്നു. വിജയശില്പി പ്രസിഡന്റ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞല്ലോ, നല്ല വിജയം ഉണ്ടാവും. ഏതാണ്ട് വോട്ടെണ്ണൽ തുടങ്ങിയ സമയത്ത് തന്നെ ലീഗ് പ്രസിഡന്റ് നല്ല വിജയം ഉണ്ടാവും എന്ന് പ്രവചിച്ചിരുന്നു. UDF-ന് ആശ്വാസം 3810. UDF കേന്ദ്രങ്ങൾക്ക് ആശ്വാസം. എന്റെ മകനാണ്. അന്ന് ഞാൻ മത്സരിച്ചപ്പോൾ അപ്പുറത്ത് ആര്യാണെന്നാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ മകനാണ്. ഇപ്പൊ അതിനെ എതിർക്കുന്നത് എന്റെ മകനാണ്. അങ്ങനെ മക്കൾ തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ എല്ലാ പിന്തുണയും സഹകരണവും തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. LDF കേന്ദ്രങ്ങളിലെങ്കിലും ലീഡെടുക്കാൻ എം സ്വരാജിന് കഴിഞ്ഞില്ല എന്നതാണ് കണ്ട കാര്യം. എം സ്വരാജിന് LDF കേന്ദ്രങ്ങളിലും ലീഡെടുക്കാൻ കഴിഞ്ഞില്ല. അവിടെയും ലീഡ് ആര്യാടൻ ഷൗക്കത്തിന് തന്നെ. എന്ന് വെച്ചാൽ ആര്യാടൻ ഷൗക്കത്തിന് പതറാനോ പരാജയ ഭീതി പൂകാനോ ഒന്നുള്ള സ്ഥിതി ഇപ്പൊ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിജയത്തിലേക്കുള്ള ശുഭസൂചനകളുമായി മുന്നോട്ട് പോകാൻ, ശുഭവിശ്വാസവുമായി മുന്നോട്ട് പോകാൻ കഴിയും. 23-ന് ശേഷം നിലമ്പൂരിന് ഒരു MLA ഉണ്ടെങ്കിൽ അത് ആര്യാടൻ ഷൗക്കത്താണെന്ന് തീർച്ചയാണ്, ഉറപ്പാണ്.